ഷെന്തു കൊട്ടാരത്തിൽ നിന്ന് തിരികെ പോകുന്നതിന് മുമ്പ് രാജ്ഞിയുടെ അസിസ്റ്റന്റുമായി മീറ്റ് ചെയ്യുന്നുണ്ട്. അന്ന് തന്നെ സഹായിച്ചതിന് അവൻ നന്ദി അറിയിച്ചപ്പോൾ ശരിക്കും നന്ദി പറയേണ്ടത് എന്നോടല്ല നിന്റെ ഭാര്യയോടാണ് എന്ന് അവർ അറിയിക്കുന്നു. അപ്പോഴാണ് യാൻഷിങ് ആണ് ആ കത്ത് എഴുതിയതെന്ന് അവൻ അറിയുന്നത്. മന്ത്രിയുടെ സ്പൈ ആണ് എന്ന രീതിയിലാണല്ലോ എല്ലാവരും അവളെ കണ്ടിരിക്കുന്നത്. പക്ഷെ അത് തെറ്റാണെന്ന് തോന്നുന്നു. അവൾ ശരിക്കും നിന്നെ സഹായിക്കുന്നുണ്ടെന്നാണ് തോന്നുന്നത് എന്നൊക്കെ അസിസ്റ്റന്റ് അവനോട് പറയുന്നു. ആ കത്ത് അവൾ എഴുതിയതാണ് എന്ന് അവർക്ക് മാത്രമല്ല രാജ്ഞിക്കും മനസ്സിലായിരുന്നു. എന്നാലും ഷെന്തുവിനെ സഹായിക്കുന്നതിന് വേണ്ടിയാണ് അവർ അത് കണ്ടില്ലെന്ന് നടിച്ചത്. രാജ്ഞി അവനെ വിശ്വസിച്ചേൽപ്പിച്ച കാര്യം എത്രയും പെട്ടെന്ന് ചെയ്തു തീർക്കണമെന്നും അസിസ്റ്റന്റ് അവനോട് പറയുന്നുണ്ട്. അവൻ കൊട്ടാരത്തിന് പുറത്തേക്ക് എത്തിയപ്പോൾ അവൻ്റെ അസിസ്റ്റന്റ് അവിടെ വെയിറ്റ് ചെയ്യുന്നുണ്ടായിരുന്നു. യാൻഷിങ്ങിൻ്റെ ചവിട്ടുകൊണ്ടതിൻ്റെ ക്ഷീണം അവന് നന്നായിട്ടുണ്ട്. അവനും യാൻഷിങ്ങിനെ ഒരു സ്പൈ ആയിട്ടാണല്ലോ കണ്ടിരുന്നത്. പക്ഷെ അവളിപ്പോൾ അവനെ സഹായിച്ചത് കാരണം നമ്മൾ തെറ്റിദ്ധരിച്ചതാണോ എന്ന് അസിസ്റ്റന്റും ഷെന്തുവിനോട് ചോദിക്കുന്നുണ്ട്. പക്ഷെ അങ്ങനെ ആവാൻ വഴിയില്ല. അവളിപ്പോൾ ശരിക്കും എന്നെ ഉപയോഗിക്കുകയാണ് ചെയ്തത്. ഷെൻബായുവിൻ്റെ കേസിനെ കുറിച്ച് രാജ്ഞിയുടെ മുന്നിൽ അറിയിക്കാൻ വേണ്ടിയിട്ടാണ് അവൾ ഈ അവസരം മുതലെടുത്തത്. അതുകൊണ്ട് അവളെ നന്നായി ശ്രദ്ധിക്കണമെന്നൊക്കെ ഷെന്തു അവനെ അറിയിക്കുന്നു. രാജ്ഞിയുടെ ഭരണത്തെ കുറ്റപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു നേഴ്സറി റൈം ജനങ്ങൾക്കിടയിൽ പ്രചരിക്കുന്നത് രാജ്ഞി അറിഞ്ഞിരുന്നല്ലോ. ജനങ്ങൾക്കിടയിൽ ഇങ്ങനെ ഒരു നേഴ്സറി റൈം പ്രചരിപ്പിച്ചത് പ്രിൻസ് ഷിയാൻ ആണ് എന്ന് രാജ്ഞിക്ക് തോന്നിയിരുന്നു. അതുകൊണ്ട് തന്നെ ഒരു കരുതലിനായി അവനെ കുറച്ച് ദിവസങ്ങൾ മറ്റൊരു സ്ഥലത്തേക്ക് പറഞ്ഞയക്കുന്നതിനെ കുറിച്ചായിരുന്നു രാജ്ഞി ഷെന്തുവിനോട് രഹസ്യമായി പറഞ്ഞത്. ഷെന്തു അപ്പോൾ തന്നെ രാജ്ഞിയുടെ ഓർഡറുമായി അസിസ്റ്റന്റിനെ പ്രിൻസിന്റെ അടുത്തേക്ക് അയക്കുന്നു. ഈ കുമാരന് ചെടികളോടൊക്കെ കുറിച്ച് താല്പര്യമുള്ള കൂട്ടത്തിലാണ്. അയാൾ ഗാർഡനിൽ നിൽക്കുന്ന സമയത്താണ് രാജ്ഞിയുടെ ഓർഡറുമായി സൈനികർ എത്തിയത്. കുറച്ച് ദൂരെയുള്ള ഒരു സ്ഥലത്ത് ജനങ്ങൾ കുറച്ച് ബുദ്ധിമുട്ടുകൾ അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. അവിടെ പ്ലാനിങ്ങിന് അവനെപ്പോലെ ഒരു രാജകുമാരൻ്റെ സഹായം ആവശ്യമുണ്ട് എന്ന രീതിയിലായിരുന്നു രാജ്ഞി ഓർഡർ നൽകിയത്. അപ്പോൾ തന്നെ പുറപ്പെടണമെന്നും അതിൽ പറഞ്ഞിരുന്നു. പ്രിൻസ് എതിർപ്പൊന്നുമില്ലാതെ അപ്പോൾ തന്നെ പുറപ്പെടുന്നുണ്ട്. അയാളുടെ അസിസ്റ്റന്റിനെ പോലും കൊണ്ടുപോകാൻ രാജ്ഞി അനുവാദം നൽകിയിരുന്നില്ല. താൻ തിരികെ വരുന്നത് വരെ തൻ്റെ ചെടികളെല്ലാം നന്നായി ശ്രദ്ധിക്കണമെന്ന് ജോലിക്കാരെ ഏൽപ്പിച്ചിട്ടാണ് അയാൾ പോയത്. ഷെന്തുവിന് ശിക്ഷ കിട്ടിയോ അതോ അവനെ വിട്ടയച്ചോ എന്നൊന്നും അറിയാതെ യാൻഷിങ് ഈ സമയം ആകെ ടെൻഷൻ അടിച്ച് നിൽക്കുകയായിരുന്നു. അപ്പോഴാണ് അവനെ കൊട്ടാരത്തിൽ നിന്ന് വിട്ടയച്ചിരിക്കുന്നുവെന്ന വാർത്ത കിട്ടിയിട്ടുണ്ടെന്ന് അവിടുത്തെ കാര്യസ്ഥൻ വന്ന് അറിയിച്ചത്. അതോടെ അവൾക്ക് ആശ്വാസമാവുന്നു. അയാൾ പോയി കഴിഞ്ഞപ്പോൾ അതുവരെ കണ്ടിട്ടില്ലാത്ത ഒരു ജോലിക്കാരി അവൾക്ക് ഒരു സൂപ്പുമായി അവിടേക്ക് വരുന്നുണ്ട്. അത് നൽകിയിട്ട് അവർ പോകുന്നു. പക്ഷേ ആ പാത്രത്തിൽ മന്ത്രി സാങ് ഒരു മെസ്സേജ് കൊടുത്തയച്ചിരിക്കുന്നത് അവൾ കാണുന്നുണ്ട്. അവളുടെ വീടിനെ കുറിച്ച് പുറകിലായുള്ള മുളങ്കാട്ടിൽ വെച്ച് അയാളെ മീറ്റ് ചെയ്യാനുള്ള നിർദ്ദേശമായിരുന്നു അതിൽ. അങ്ങനെ യാൻഷിങ്ങിന് അവിടേക്ക് പോവേണ്ടി വരുന്നു. തനിക്ക് അയാളുടെ ഒരു സ്പൈ ആയി പ്രവർത്തിക്കാൻ യാതൊരു താല്പര്യവുമില്ല, പൊളിറ്റിക്സിൽ യാതൊരു താല്പര്യവുമില്ല എന്നൊക്കെ ആദ്യമേ തന്നെ യാൻഷിങ് അയാളോട് വ്യക്തമാക്കുന്നുണ്ട്. പക്ഷെ അവളുടെ കുടുംബത്തെ ഉപദ്രവിക്കും എന്ന് ഭീഷണിപ്പെടുത്തി താൻ പറയുന്ന കാര്യങ്ങൾ ചെയ്യണമെന്ന് മന്ത്രി അവളോട് ആവശ്യപ്പെടുന്നു. അങ്ങനെ അവൾക്ക് സമ്മതിക്കേണ്ടി വരുന്നു. മന്ത്രി സപ്പോർട്ട് ചെയ്യുന്നത് പ്രിൻസ് ഷിയാനെയാണ്. അയാളെയാണല്ലോ ഇപ്പോൾ രാജ്ഞി മറ്റൊരു സ്ഥലത്തേക്ക് പറഞ്ഞയച്ചിരിക്കുന്നത്. ഈ യാത്രയിൽ അയാളെ അപകടപ്പെടുത്തി കൊല്ലാൻ രാജ്ഞിക്ക് വല്ല ഉദ്ദേശമുണ്ടോ എന്ന് മന്ത്രിക്ക് സംശയമുണ്ട്. ഷെന്തുവിൻ്റെ ആൾക്കാരാണ് കുമാരനെ എസ്കോട്ട് പോയിരിക്കുന്നത്. വഴിയിൽ എവിടെയെങ്കിലും വെച്ച് കുമാരനെ കൊല്ലാൻ അവർക്ക് പ്ലാൻ ഉണ്ടോ എന്ന് മന്ത്രിക്ക് അറിയണം. ദൂതന്മാരായി ഉപയോഗിക്കുന്ന കുറച്ച് പ്രാവുകൾ ഷെന്തുവിൻ്റെ വീട്ടിൽ വളർത്തുന്നുണ്ട്. അവയിലൂടെ എന്തെങ്കിലും മെസ്സേജുകൾ കൊടുത്ത് അയക്കുന്നോ ഇല്ലയോ എന്നൊക്കെ തന്നെ അറിയിക്കണമെന്നാണ് മന്ത്രി അവളോട് ആവശ്യപ്പെടുന്നത്. അയാളെ എതിർക്കാൻ കഴിയാത്തതുകൊണ്ട് അനുസരിക്കാമെന്ന് സമ്മതിച്ചാണ് അവൾ തിരികെ പോയത്. അവൾ തിരികെ വീട്ടിലെത്തിയപ്പോഴേക്കും ഷെന്തു തിരിച്ചെത്തിയിരുന്നു. ആരെങ്കിലും കാണുന്നുണ്ടോ എന്നൊക്കെ ചുറ്റും നോക്കി പമ്മിയായിരുന്നു അവൾ വന്നത്. എന്താണ് സ്വന്തം വീട്ടിൽ അങ്ങനെ നടക്കുന്നത് എന്ന് അവൻ ചോദിക്കുന്നുണ്ട്. എന്തൊക്കെയോ എക്സ്ക്യൂസുകൾ പറഞ്ഞ് അവൾ പിടിച്ചു നിൽക്കുന്നു. അവൻ കുഴപ്പങ്ങളൊന്നുമില്ലാതെ തിരികെ എത്തിയതിൽ അവൾ സന്തോഷം പ്രകടിപ്പിക്കുന്നുണ്ട്. പക്ഷേ അങ്ങനെ ഒരു മെമ്മോറിയൽ കൃത്രിമമായി ഉണ്ടാക്കി രാജ്ഞിയുടെ മുന്നിലേക്ക് കൊടുത്തയച്ചതിന് അവൻ അവളെ കുറ്റപ്പെടുത്തുകയാണ് ചെയ്തത്. എൻ്റെ ഭർത്താവിനെ സഹായിക്കാൻ വേണ്ടിയാണ് ഞാൻ അങ്ങനെ ചെയ്തത് എന്ന് അവൾ പറയുന്നുണ്ടെങ്കിലും അവൻ അത് വിശ്വസിക്കാൻ തയ്യാറാവുന്നില്ല. എന്തായാലും കൂടുതൽ സമയം അതിനെക്കുറിച്ച് സംസാരിക്കാതെ ഉറങ്ങാനെന്ന് പറഞ്ഞ് അകത്തേക്ക് പോകുന്നു. അന്ന് രാത്രി സിറ്റിയിൽ മറ്റൊരു സംഭവം നടക്കുന്നുണ്ട്. ജനങ്ങൾക്കിടയിൽ ഷെൻബായുവിന്റെ മരണത്തെ പറ്റിയുള്ള കുറച്ച് നോട്ടീസുകൾ ആരോ കൊണ്ട് വിതരണം ചെയ്യുന്നുണ്ട്. നന്നായി പദ്യവും മറ്റ് എസ്സേകളും ഒക്കെ എഴുതിയിരുന്ന ഷെൻബായു പാവപ്പെട്ട വീട്ടിലെ അംഗമായിരുന്നതുകൊണ്ട് മാത്രം അവന്റെ കവിതകൾ ധനിക കുടുംബത്തിലെ ആളുകൾ തട്ടിയെടുത്ത് അവർ സ്വന്തമായി എഴുതിയതാണ് എന്ന രീതിയിൽ പേരും പ്രശസ്തിയും നേടിയതിനെക്കുറിച്ചും അതിനെക്കുറിച്ച് അറിഞ്ഞ ഷെൻബായു അവരോട് തനിക്ക് നഷ്ടപരിഹാരം നൽകണമെന്ന് ആവശ്യപ്പെട്ടപ്പോൾ അവനെ അപമാനിച്ചതിനെക്കുറിച്ചും അതിൻ്റെ വിഷമം താങ്ങാതെ അവൻ കൊട്ടാരത്തിലെ മിങ്ഹാളിനുള്ളിൽ സ്വയം തീകൊളുത്തി ആത്മഹത്യ ചെയ്തതിനെക്കുറിച്ചുമൊക്കെ ആയിരുന്നു ആ നോട്ടീസുകളിൽ ഉണ്ടായിരുന്നത്. ഇത് ജനങ്ങൾക്കിടയിൽ വല്ലാത്ത പ്രശ്നങ്ങൾ ഉണ്ടാകുന്നു. അവിടുത്തെ പഠന കേന്ദ്രങ്ങളിൽ പാവപ്പെട്ട തങ്ങളെ പണക്കാരുടെ മക്കൾ ചൂഷണം ചെയ്യുകയാണ് എന്ന രീതിയിൽ വിദ്യാർത്ഥികളും പ്രശ്നമുണ്ടാക്കുന്നു. ഈ വിഷയം രാജ്ഞിയുടെ മുന്നിലും എത്തുന്നുണ്ട്. പ്രിൻസസും പ്രധാനപ്പെട്ട മന്ത്രിമാരും എല്ലാം വിഷയത്തെക്കുറിച്ച് ചർച്ച ചെയ്യാനായി എത്തിയിട്ടുണ്ട്. പണക്കാരുടെ മക്കൾക്ക് മാത്രമല്ല പാവപ്പെട്ട കുടുംബങ്ങളിലെ കഴിവുള്ളവർക്കും കൂടി ഉയർന്ന ഉദ്യോഗങ്ങളിലൊക്കെ കയറി പറ്റാനുള്ള സാഹചര്യം ഉണ്ടാക്കണമെന്ന് പ്രിൻസസ് രാജ്ഞിയുടെ മുന്നിൽ റിക്വസ്റ്റ് ചെയ്യുന്നുണ്ട്. മന്ത്രി അതിനെ എതിർക്കുന്നുണ്ടെങ്കിലും രാജ്ഞി ഷെന്തുവിന്റെ അഭിപ്രായം ചോദിച്ചപ്പോൾ അവൻ അതിനെ അനുകൂലിച്ചാണ് മറുപടി നൽകിയത്. അങ്ങനെ എല്ലാവരെയും കൂടി അഭിപ്രായം കണക്കിലെടുത്ത് പാവപ്പെട്ടവർക്ക് വേണ്ടി പ്രത്യേകം ഒരു സ്കൂൾ തന്നെ തയ്യാറാക്കാൻ രാജ്ഞി പറയുന്നു.
അവിടെയുള്ള കഴിവുള്ളവരെ കണ്ടെത്താൻ വേണ്ടി ഒരു ടെസ്റ്റ് നടത്തുന്നതിനെക്കുറിച്ചും രാജ്ഞി പറയുന്നുണ്ട്. യാൻഷിങ് അന്ന് ഷെൻബായുവിൻ്റെ അമ്മയെ അവരുടെ വീട്ടിൽ പോയി കാണുന്നു. അവരുടെ മകനെക്കുറിച്ച് ജനങ്ങൾക്കിടയിൽ വളരെ മോശം അഭിപ്രായമാണല്ലോ ഇതുവരെ നിലനിന്നിരുന്നത്. പക്ഷേ ജനങ്ങളൊക്കെ പറയുന്നത് പോലെ അവൻ ഒരു മോശക്കാരനായിരുന്നില്ല, വളരെ നല്ല രീതിയിൽ കവിതകളും ഗദ്യവും ഒക്കെ എഴുതുമായിരുന്നു എന്നൊക്കെ യാൻഷിങ് അവരെ അറിയിക്കുന്നു. അയാൾ എഴുതിയിരുന്ന ഒരു കവിതയും അവർക്ക് വായിക്കാൻ വേണ്ടി കൊണ്ടുവന്നിരുന്നു. ഇതേ സമയത്ത് തന്നെ അവരെ മീറ്റ് ചെയ്യാനായി ഷെന്തു അസിസ്റ്റന്റിനൊപ്പം അവിടെ എത്തുന്നുണ്ട്. ദൂരെ നിന്ന് തന്നെ യാൻഷിങ് ആ അമ്മയുടെ അടുത്തിരുന്ന് സംസാരിക്കുന്നതൊക്കെ അവൻ കാണുന്നതിനാൽ അവൻ അവിടെ തന്നെ നിൽക്കുന്നു. മകന്റെ പദ്യം അവർക്ക് വായിക്കാൻ അറിയാമായിരുന്നില്ല. അത് അറിഞ്ഞപ്പോൾ അവൾ തന്നെ അവിടെ ഇരുന്ന് അവർക്കത് വായിച്ച് കേൾപ്പിച്ചു കൊടുക്കുന്നു. ആ അമ്മയ്ക്ക് എന്തോ സഹായം നൽകാൻ വേണ്ടിയായിരുന്നു ഷെന്തുവും അവിടെ എത്തിയത്. തങ്ങളെക്കാൾ മുമ്പേ അവൾ അവിടെ എത്തി അതൊക്കെ ചെയ്യുന്നത് കണ്ടപ്പോൾ അവന് ശരിക്കും അവളോടൊരു ഇഷ്ടം തോന്നി തുടങ്ങുന്നുണ്ട്. അവൾ കാണാതെ തന്നെ അവൻ തിരികെ പോകുന്നു. അന്ന് രാത്രി അവൻ ബെഡ്റൂമിലെത്തിയപ്പോൾ യാൻഷിങ് അവിടെ നിന്ന് എന്തോ വായിച്ചുകൊണ്ടിരിക്കുകയാണ്. അവൾ ആഗ്രഹിച്ചതുപോലെ തീരുമാനം എടുത്തിരിക്കുന്നതിനെ കുറിച്ച് അവൻ അവളെ അറിയിക്കുന്നു. പാവപ്പെട്ടവർക്ക് വേണ്ടി പഠിക്കാനായി പ്രത്യേക സ്കൂൾ റെഡിയാക്കുന്നതും അവർക്ക് ടെസ്റ്റ് നടത്തി അതിൽ നിന്ന് മിടുക്കരായിട്ടുള്ളവരെ തിരഞ്ഞെടുക്കുന്നതിനെ കുറിച്ചും ഒക്കെ അറിഞ്ഞപ്പോൾ യാൻഷിങ്ങിന് ശരിക്കും സന്തോഷമാവുന്നു. ഷെൻബായുവിന്റെ കാര്യത്തിൽ താൻ ഇത്ര എഫേർട്ട് എടുത്തത് വെറുതെ ആയില്ല എന്ന് അവൾക്ക് മനസ്സിലാവുന്നു. എന്തൊക്കെയാണെങ്കിലും അവൻ കൂടി സഹായിച്ചതുകൊണ്ടാണല്ലോ കാര്യങ്ങൾ ഇതുവരെ എത്തിയത്. അതുകൊണ്ട് അവൾ അവന് നന്ദി പറയുന്നുണ്ട്. അതിനുശേഷം അവൾ എഴുന്നേറ്റ് ഓടാനായി പുറത്തേക്ക് പോകുന്നത് കണ്ട് ഈ രാത്രിയിൽ ഇത് എവിടെ പോവുകയാണ് എന്ന് അവൻ ചോദിക്കുന്നുണ്ട്. കുറച്ച് സമയം ഓടിയില്ലെങ്കിൽ എനിക്ക് ഉറങ്ങാൻ പറ്റില്ല എന്ന് പറഞ്ഞ് അവൾ പുറത്തേക്ക് ഓടുന്നു. ഈ സമയത്ത് കാര്യസ്ഥൻ അവൻ്റെ മുറിയിലേക്ക് വരുന്നുണ്ട്. എല്ലാ ദിവസവും രാത്രി അവൾ ഇങ്ങനെ ഓടാറുണ്ടോ എന്ന് അവൻ അദ്ദേഹത്തോട് ചോദിച്ചറിയുന്നു. മുറിയിലെല്ലാം വിളക്കുകൾ കത്തിച്ച് വെച്ചിരിക്കുന്ന കാരണം അവൾക്ക് മര്യാദയ്ക്ക് ഉറങ്ങാൻ പറ്റാറില്ല. ഇങ്ങനെ ഓടിയിട്ട് വന്ന് കിടക്കുമ്പോൾ ഉറങ്ങാൻ സാധിക്കുമെന്ന് പറഞ്ഞ് എന്നും രാത്രി അവൾ ഇങ്ങനെ ചെയ്യാറുണ്ട് എന്ന് കാര്യസ്ഥൻ പറഞ്ഞവൻ അറിയുന്നു. മുറിയിലെ വിളക്കുകൾ അവളെ എത്രത്തോളം ബുദ്ധിമുട്ടിക്കുന്നുണ്ട് എന്ന് അവൻ ഇപ്പോഴാണ് ശരിക്കും മനസ്സിലാവുന്നത്. ഇനി മുതൽ അവൾ കിടക്കുന്ന ഭാഗത്തെ ലൈറ്റുകൾ രാത്രിയിൽ തെളിക്കേണ്ട ആവശ്യമില്ല. അത് മാത്രമല്ല, ലൈറ്റിനെ അകത്തേക്ക് കടത്തി വിടാത്ത രീതിയിൽ ഒരു പ്രത്യേകതരം തുണി മാർക്കറ്റിലുണ്ട് എന്നറിഞ്ഞു. അതും കുറച്ച് വാങ്ങി അവിടെ കർട്ടൻ തയ്ച്ചിട്ട് കൊടുക്കാൻ അവൻ കാര്യസ്ഥനെ ഏർപ്പാടാക്കുന്നുണ്ട്. അടുത്ത ദിവസം രാവിലെ അവൾ ജോലിക്കായി ഷെന്തുവിൻ്റെ ഡിപ്പാർട്ട്മെന്റിലേക്കാണല്ലോ പോയത്. അതേസമയത്ത് തന്നെ അവൻ്റെ അസിസ്റ്റന്റ് ആ സീരിയൽ മർഡർ കേസിലെ തെളിവുകളുമായിട്ട് അങ്ങോട്ടേക്ക് വരുന്നുണ്ട്. അതുവരെ അറിയാൻ കഴിഞ്ഞ വേറെ ചില കാര്യങ്ങളും അസിസ്റ്റന്റ് അവർക്ക് മുന്നിൽ അറിയിക്കുന്നു. കൊല്ലപ്പെട്ട ജോഡികളിൽ മിക്കവാറും എല്ലാവരും പരസ്പരം അറിയാവുന്നവരായിരുന്നു. അവരെ പലയിടത്തും വെച്ച് ഒരുമിച്ച് കണ്ടിട്ടുണ്ട്. പക്ഷേ ഒരു ജോഡികൾ മാത്രം ഒരിക്കൽ പോലും തമ്മിൽ കണ്ടിട്ടുള്ളവരായിരുന്നില്ല. അതേപോലെ തന്നെ മരിച്ച പുരുഷന്മാരെല്ലാം ഉന്നത കുടുംബങ്ങളിൽ നിന്നുള്ളവരായിരുന്നു. കൊല്ലപ്പെടുന്ന ദിവസമായിരുന്നില്ല പലരും മിസ്സിംഗ് ആയിട്ടുള്ളത്. ചിലരൊക്കെ കുറേ ദിവസങ്ങൾക്ക് മുമ്പ് തന്നെ മിസ്സിംഗ് ആയിട്ടുള്ളതാണ്. 2 മാസം മുതൽ 2 വർഷം മുമ്പ് വരെ മിസ്സിംഗ് ആയിട്ടുള്ളവരും അക്കൂട്ടത്തിലുണ്ട്. ഇൻസ്പെക്ടർ ഷൂ മിസ്സിംഗ് ആയിട്ടുള്ള കുറച്ച് സ്ത്രീകളുടെ ഡീറ്റെയിൽസ് മുമ്പ് അവൾക്ക് നൽകിയിരുന്നല്ലോ. ഈ കൊല്ലപ്പെട്ട സ്ത്രീകളിൽ അവരുണ്ട് എന്നും അവരെല്ലാവരും തന്നെ ദാസിമാരായിരുന്നു എന്നുമൊക്കെ അസിസ്റ്റന്റ് അവരെ അറിയിക്കുന്നു. സാമ്പത്തികമായി വളരെ പിന്നോക്കം നിൽക്കുന്ന ദാസിമാർക്ക് എങ്ങനെയാണ് അത്ര വില കൂടിയ ആഭരണങ്ങൾ വാങ്ങിക്കാൻ കഴിഞ്ഞത് എന്ന് യാൻഷിങ് സംശയിക്കുന്നുണ്ട്. അക്കാര്യമെന്ന് ഉറപ്പിക്കാൻ വേണ്ടിയിട്ട് പ്രധാനപ്പെട്ട ഒരു ജുവലറി ഷോപ്പിലേക്ക് ഷെന്തു അവളെ കൂട്ടിക്കൊണ്ടു പോകുന്നു. അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ ഏറ്റവും വില കുറഞ്ഞ ആഭരണങ്ങൾ പോലും സാധാരണക്കാരായ ദാസിമാർക്ക് അഫോർഡ് ചെയ്യാൻ പറ്റുന്ന രീതിയിലല്ല, അതിനേക്കാൾ വില കൂടിയതാണ് എന്നുള്ള കാര്യം അവർക്ക് ബോധ്യമാവുന്നുണ്ട്. അവിടുത്തെ വിലപിടിപ്പുള്ള കുറച്ച് ഹെയർ പിന്നുകളൊക്കെ ജോലിക്കാരൻ അവരുടെ മുന്നിൽ കൊണ്ട് വയ്ക്കുന്നുണ്ട്. പക്ഷേ തങ്ങൾക്ക് ഇതൊന്നുമല്ല ആവശ്യം, അവിടുത്തെ മാനേജറെ നേരിട്ട് കാണണമെന്ന് ഷെന്തു ആവശ്യപ്പെടുന്നു. അവരങ്ങനെ എപ്പോഴും അവിടേക്ക് വരാറില്ല എന്നൊക്കെ പറഞ്ഞ് ജോലിക്കാരൻ അവരെ ഒഴിവാക്കി വിടാൻ തുടങ്ങിയതാണെങ്കിലും അപ്പോഴേക്കും മാനേജർ അവിടെ എത്തി അവരെ മീറ്റ് ചെയ്യുന്നുണ്ട്. പ്രിൻസസിന്റെ സഹായിയായ ഒരു ജോലിക്കാരിയാണത് എന്ന് ഷെന്തുവിന് കണ്ടപ്പോൾ തന്നെ മനസ്സിലാവുന്നു. കൊട്ടാരത്തിലെ ജോലിക്കാരിയായ അവർ ഇങ്ങനെ സ്വകാര്യമായ ഒരു ഷോപ്പ് നടത്തുന്നതിനെ കുറിച്ച് അവൻ ചോദിക്കുന്നുണ്ട്. അത് മാത്രമല്ല, ഡെഡ് ബോഡികളിൽ നിന്ന് കിട്ടിയ ആഭരണങ്ങളും അവൻ കൊണ്ടുവന്നിരുന്നു. അതിൽ പലതും അതേ ഷോപ്പിൽ നിന്ന് ഉണ്ടാക്കിയവയായിരുന്നു. അതൊക്കെ ആരാണ് വാങ്ങിയത് എന്നുള്ള ഡീറ്റെയിൽസ് നൽകാൻ കഴിയുമോ എന്ന് അവൻ ചോദിക്കുന്നുണ്ട്. പക്ഷെ അങ്ങനെ വാങ്ങുന്ന എല്ലാവരുടെയും ഡീറ്റെയിൽസ് ഒന്നും അവിടെ കളക്ട് ചെയ്ത് വെക്കാറില്ല. മാത്രമല്ല, അതിനെക്കുറിച്ച് പുറത്ത് പറയാൻ പറ്റില്ല എന്നൊക്കെ പറഞ്ഞ് അവരാദ്യം ഒഴിഞ്ഞു മാറുന്നുണ്ട്. പക്ഷേ ഇങ്ങനെ ഒഴിഞ്ഞു മാറാനാണ് ഉദ്ദേശമെങ്കിൽ ശക്തമായ ചോദ്യം ചെയ്യൽ നേരിടേണ്ടി വരും എന്ന രീതിയിൽ ഷെന്തു ഭീഷണിപ്പെടുത്തിയപ്പോൾ അക്കൗണ്ട്സ് സൂക്ഷിക്കുന്ന ബുക്ക് അവർക്ക് നൽകാമെന്ന് അവർ സമ്മതിക്കുന്നു. അവർ അതെടുക്കാനായി പോയ സമയത്ത് ഷെന്തു അവിടെ കൊണ്ടുവന്ന് വെച്ചിരുന്ന ഹെയർ പിന്നുകളിൽ നിന്ന് സിമ്പിളായിട്ടുള്ള ഒരെണ്ണം എടുത്ത് യാൻഷിങ്ങിന്റെ തലയിൽ കുത്തിക്കൊടുക്കുന്നു. അവൾക്കത് നന്നായി ചേരുന്നുണ്ട് എന്ന് പറയുകയും ചെയ്യുന്നു. അവനിങ്ങനെ തനിക്കൊരു ഗിഫ്റ്റ് വാങ്ങി തരുന്നതൊക്കെ ആദ്യം അവൾക്ക് വിശ്വാസം വരുന്നില്ല. തന്നെ കൊണ്ട് കാശ് ഒളിപ്പിക്കാനാണോ എന്ന് ചോദിക്കുന്നുമുണ്ട്. അവൻ അതിന്റെ വില എടുത്ത് മുന്നിൽ വെച്ചപ്പോഴാണ് തനിക്ക് വാങ്ങി തന്നതാണ് എന്ന് അവൾക്ക് വിശ്വാസമാവുന്നത്. അവിടെ നിന്ന് കിട്ടിയ അക്കൗണ്ട് ബുക്ക് രണ്ടുപേരും കൂടി ഷെന്തുവിന്റെ ഓഫീസിൽ ചെന്നാണ് ഡീറ്റെയിൽ ആയി പരിശോധിച്ചത്. ഈ കൊല്ലപ്പെട്ട ദാസിമാർ ഒന്നും അവിടെ നിന്ന് ആഭരണം വാങ്ങിയതായി അതിലുണ്ടായിരുന്നില്ല. പക്ഷെ അവർക്കൊപ്പം കൊല്ലപ്പെട്ട ആണുങ്ങൾ അത് വാങ്ങിയിട്ടുള്ളതായി അതിൽ റെക്കോർഡുകൾ ഉണ്ടായിരുന്നു. അവർ ആ സ്ത്രീകൾക്ക് അത് സമ്മാനിച്ചതായിരിക്കാൻ സാധ്യതയുണ്ട് എന്ന് യാൻഷിങ് പറയുന്നു. ആ ബുക്കിൽ എല്ലാവരുടെയും ഡീറ്റെയിൽസ് കൃത്യമായി രേഖപ്പെടുത്തിയിട്ടില്ല. കുറെ ആഭരണങ്ങളൊക്കെ ഏതോ വിരുന്നിന് വേണ്ടി വാങ്ങിയിട്ടുള്ള രീതിയിലാണ് രേഖപ്പെടുത്തിയിട്ടുള്ളത് എന്നുള്ള കാര്യവും അവൾ അവനോട് പറയുന്നുണ്ട്.
ഷോപ്പിന്റെ മാനേജറായിരുന്ന സ്ത്രീ തനിച്ചായിരിക്കില്ല ആ ഷോപ്പ് നടത്തുന്നത്. അവർക്ക് പിന്നിൽ ആരെങ്കിലും ഉണ്ടായിരിക്കണം. അവർ ഇപ്പോൾ ജോലി ചെയ്യുന്നത് പ്രിൻസസിന് വേണ്ടി ആയതുകൊണ്ട് പ്രിൻസസ് തന്നെ ആയിരിക്കണം അതിന് പുറകിൽ എന്നൊക്കെ അവൾ ഊഹിച്ച് പറയുന്നുണ്ട്. ഷെൻഡുവും അത് ശരിവെക്കുന്നു. പ്രിൻസസിന്റെ കൊട്ടാരത്തിൽ ഇടയ്ക്കിടെ ഓരോ വിരുന്നുകൾ നടക്കാറുണ്ട്. അവിടുത്തെ പ്രധാനപ്പെട്ട വീടുകളിലൊക്കെ സ്ത്രീകളെയും അന്ന് അവിടേക്ക് ക്ഷണിക്കാറുണ്ട്. ഇങ്ങനെയുള്ള വിരുന്നുകളുടെ പ്രധാന ഉദ്ദേശം ആ സ്ത്രീകളിൽ നിന്ന് അവരുടെ വീട്ടിൽ നടക്കുന്ന കാര്യങ്ങളൊക്കെ ശേഖരിക്കുകയാണ്. പ്രിൻസസ് ശരിക്കും ഭരണപരമായ കാര്യങ്ങളിലൊന്നും അങ്ങനെ ഇടപെടുന്നില്ല എന്നാണ് പൊതുവെ തോന്നാറുള്ളതെങ്കിലും അവർ ഓരോ വീട്ടിലെയും കാര്യങ്ങൾ വിശദമായി അന്വേഷിക്കുന്നുണ്ട് എന്നും അവരെ നന്നായി സൂക്ഷിക്കണമെന്നും ഷെൻഡു അവൾക്ക് മുന്നറിയിപ്പ് നൽകുന്നു. മാത്രമല്ല അവളെ തിരക്കിയും അധികം വൈകാതെ പ്രിൻസസിന്റെ ക്ഷണം വരാൻ സാധ്യതയുണ്ട് എന്നും അവൻ പറയുന്നു. പറഞ്ഞു തീരുന്നതിന് മുമ്പ് തന്നെ അവൻ്റെ അസിസ്റ്റന്റ് അകത്തേക്ക് കയറി വന്നിട്ട് പ്രിൻസസ് അവളെ ഒരു വിരുന്നിനെ ക്ഷണിച്ചിട്ടുണ്ട് എന്നറിയിക്കുന്നു. അങ്ങനെ യാൻഷിങ് അടുത്ത ദിവസം ആ വിരുന്നിന് പോകുന്നുണ്ട്. അവൾ ചെല്ലുന്ന സമയത്ത് അവിടെ ഉന്നത കുടുംബങ്ങളിലെ ഒരുപാട് സ്ത്രീകളൊക്കെ ഉണ്ടായിരുന്നു. അവർ തമ്മിൽ പ്രിൻസസിന്റെ ഫ്രണ്ടായ മാഡം താങ്ങിനെ കുറിച്ച് സംസാരിക്കുന്നത് അവൾ കേൾക്കാനിടയാവുന്നു. മാഡം താങ്ങിന്റെ ഭർത്താവ് അവരെ ഉപേക്ഷിച്ച് ഏതോ ദാസിക്കൊപ്പം ഓടിപ്പോയതാണ്. അതിനുശേഷം അവർ ആകെ വിഷമത്തിലാണ് എന്നൊക്കെയാണ് അവർ പറഞ്ഞുകൊണ്ട് നിന്നിരുന്നത്. ഇവളിങ്ങനെ അവരുടെ സംസാരം ശ്രദ്ധിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്നതിനിടയിൽ അവിടെ ഉണ്ടായിരുന്ന 3 സ്ത്രീകൾ മനഃപൂർവ്വം അതുവഴി വന്ന ഒരു ജോലിക്കാരുടെ കയ്യിലിരുന്ന വെള്ളം തട്ടി അവളുടെ ദേഹത്തേക്ക് ഒഴിപ്പിക്കുന്നു. യാൻഷിങ് അവളുടെ അച്ഛന്റെ ശരിക്കുള്ള ഭാര്യയുടെ മകളല്ലല്ലോ. ഇതുപോലെ ധനിക കുടുംബങ്ങളിലെ അംഗങ്ങൾ പങ്കെടുക്കുന്ന ഒരു പാർട്ടിയിൽ പങ്കെടുക്കാൻ അവൾക്ക് യോഗ്യതയില്ല എന്ന ചിന്ത കാരണമാണ് അവർ അവളെ അപമാനിക്കാൻ വേണ്ടി ഇങ്ങനെ ഒരു കാര്യം ചെയ്തത്. ജോലിക്കാരി പെട്ടെന്ന് തന്റെ കയ്യിലെ അബദ്ധമാണ് എന്ന രീതിയിൽ അവളുടെ മുന്നിൽ ഇരുന്ന് കരഞ്ഞ് മാപ്പ് പറയുന്നുണ്ട്. പക്ഷേ യാൻഷിങ് അത്ര കാര്യമാക്കാതെ ആ ജോലിക്കാരിയെ പറഞ്ഞയക്കുന്നു. യാൻഷിങ്ങിന്റെ കുടുംബമഹിമയെക്കുറിച്ച് പറഞ്ഞ് അവിടെ നിന്നിരുന്ന സ്ത്രീകൾ അവളെ അപമാനിക്കുന്ന രീതിയിൽ സംസാരിക്കാൻ തുടങ്ങുന്നുണ്ട്. ഈ സമയത്ത് മാഡം താങ് അവിടേക്ക് വന്ന് അവളെ സപ്പോർട്ട് ചെയ്ത് സംസാരിക്കുന്നു. മാത്രമല്ല അവളുടെ നനഞ്ഞ വസ്ത്രങ്ങൾ മാറ്റി ധരിക്കാനായി അവളുടെ മുറിയിലേക്ക് കൂട്ടിക്കൊണ്ട് പോകുന്നുമുണ്ട്. മാഡം താങ്ങിന്റെ മുറിയിൽ ചെറിയൊരു പൂൾ ഉണ്ടായിരുന്നു. അതിൽ കുറെ പൂക്കളും സുഗന്ധദ്രവ്യങ്ങളും ഒക്കെ ചേർത്ത് മെഡിസിനൽ ബാത്തിനുള്ള വെള്ളം റെഡിയാക്കി ഇട്ടിട്ടുണ്ടായിരുന്നു. ഞാൻ പുതിയതായി ഒരു മരുന്ന് ട്രൈ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതിനുള്ള വെള്ളമാണ് ഈ റെഡിയാക്കി ഇട്ടിരിക്കുന്നത്. ഇത് എങ്ങനെയുണ്ടെന്ന് വേണമെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിക്കോളാൻ അവർ അവളോട് പറയുന്നു. ആ വെള്ളത്തിൽ നിന്ന് വന്ന സുഗന്ധദ്രവ്യങ്ങളുടെ മണം നേരത്തെ കണ്ടുകിട്ടിയ ഡെഡ് ബോഡികളിൽ നിന്ന് കിട്ടിയ അതേ മണം തന്നെയാണ് എന്ന് യാൻഷിങ്ങിന് മനസ്സിലാവുന്നുണ്ട്. മാഡം താങ്ങിന് ആ കൊലപാതകങ്ങളുമായി എന്തെങ്കിലും ബന്ധമുണ്ടോ എന്നും അവൾ സംശയിക്കുന്നു. ഈ സമയത്ത് തന്നെ അവരുടെ കഴുത്തിലെ ഒരു അടയാളവും അവൾ കാണുന്നുണ്ട്. അവൾ അത് കണ്ടുവെന്ന് മനസ്സിലായപ്പോൾ ഇതൊരു ഈയാമ്പാറ്റയുടെ ചിത്രമാണ്. ഒരു ഈയാമ്പാറ്റയെ ഫോളോ ചെയ്ത് മലമുകളിലേക്ക് പോയ ഒരാൾക്ക് അമരത്വം കിട്ടിയതിനെ കുറിച്ച് ഞാൻ കേട്ടിരുന്നു. അതുകൊണ്ടാണ് ഞാനിത് പച്ച കുത്തിയിരിക്കുന്നത് എന്നൊക്കെ അവർ അവളോട് പറയുന്നുണ്ട്. അവരോട് കൂടുതൽ സമയം സംസാരിച്ചപ്പോൾ മനഃപൂർവ്വം തന്നെ അന്വേഷണം വഴിതെറ്റിക്കാൻ വേണ്ടി അവർ ക്ലൂ നൽകുന്നത് പോലെ അവൾക്ക് തോന്നും. അതുകൊണ്ട് അവർ തന്നെയാണോ കൊലപാതകി എന്ന് അവൾക്ക് ഒന്നുകൂടി സംശയം തോന്നുന്നുണ്ട്. ഈ സമയത്താണ് അവളെ പ്രിൻസസ് അന്വേഷിക്കുന്നുണ്ട് എന്ന് ഒരു ജോലിക്കാരി വന്ന് അറിയിച്ചത്. ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്ത് അങ്ങനെ അവൾ പ്രിൻസസിന്റെ മുറിയിലേക്ക് പോകുന്നു. പക്ഷേ 2 മണിക്കൂറോളം അവൾ അവിടെ വെയിറ്റ് ചെയ്ത ശേഷമാണ് പ്രിൻസസ് അവളെ മീറ്റ് ചെയ്യാനായി എത്തിയത്. അവൾ അവിടെ നിൽക്കുന്ന കാര്യം മറന്നുപോയി എന്നാണ് പ്രിൻസസ് പറഞ്ഞത്. പക്ഷേ മനഃപൂർവ്വം താമസിപ്പിച്ചതാണ് എന്ന് അവൾക്ക് മനസ്സിലാവുന്നു. പ്രിൻസസ് വന്നു കഴിഞ്ഞപ്പോൾ അവൾ മുട്ടുകുത്തി അവിടെ ഇരിക്കേണ്ടി വരുന്നുണ്ട്. പക്ഷെ അവിടെ നിന്ന് അവളെ എഴുന്നേൽപ്പിക്കാൻ അവർ തയ്യാറാവുന്നില്ല. അങ്ങനെ തന്നെ ഇരുന്നുകൊണ്ടാണ് യാൻഷിങ് സംസാരിച്ചത്. അവൾ ആ മർഡർ കേസിനെ കുറിച്ച് അന്വേഷിക്കുന്നതിൽ തനിക്ക് എതിർപ്പില്ല. പക്ഷേ മറ്റു കാര്യങ്ങളിലേക്ക് കടക്കുന്നത് അവൾക്ക് അപകടം ഉണ്ടാക്കും എന്നൊരു ഭീഷണി പോലെ പ്രിൻസസ് അവളോട് പറയുന്നുണ്ട്. ആ ഷോപ്പുമായിട്ട് പ്രിൻസസിനുള്ള ബന്ധം ഇപ്പോൾ അവൾ മനസ്സിലാക്കിയല്ലോ. അതിനെക്കുറിച്ചായിരുന്നു അവർ ഉദ്ദേശിച്ചത്. പറയുക മാത്രമല്ല അവൾക്ക് ഒരു മുന്നറിയിപ്പ് എന്നോണം അവളുടെ അടുത്തേക്ക് ചെന്ന് തലയിൽ കുത്തിയിരുന്ന ആ ഹെയർ പെൻ ഊരിയിട്ട് അവളെ നോവിക്കുന്ന വിധത്തിൽ അവർ അത് തലയിലേക്ക് ആഞ്ഞു കുത്തി ഇറക്കുന്നുണ്ട്. യാൻഷിങ്ങിനെ ശരിക്കും വേദനിക്കുന്നു. പക്ഷെ അതെല്ലാം സഹിച്ച് അവൾ അങ്ങനെ തന്നെ ഇരിക്കുകയാണ്. ഈ സമയത്താണ് അവളെ തിരികെ കൂട്ടിക്കൊണ്ട് പോകാനായി ഷെൻഡു അവിടെ എത്തിയിട്ടുണ്ട് എന്ന് ഒരു ജോലിക്കാരി വന്ന് അറിയിച്ചത്. അവൾ വീട്ടിൽ നിന്ന് പോയിട്ട് അധിക സമയം കഴിയുന്നതിന് മുമ്പ് തന്നെ ഷെൻഡു അവളെ അന്വേഷിച്ച് വന്നിരിക്കുന്നതിനാൽ ജനങ്ങളൊക്കെ പറയുന്നത് പോലെ അവൻ അവളുമായി ശരിക്കും ഇഷ്ടത്തിലാണ് എന്ന് തന്നെ പ്രിൻസസ് വിചാരിക്കുന്നു. എന്തായാലും അവനെ അകത്തേക്ക് കടത്തിവിടാൻ അവർ പെർമിഷൻ നൽകുന്നുണ്ട്. അകത്തേക്ക് വന്ന ഷെൻഡു യാൻഷിങ് അങ്ങനെ അവിടെ മുട്ടുകുത്തിയിരിക്കുന്നത് കണ്ടപ്പോൾ തന്നെ ആകെ അസ്വസ്ഥനാവുന്നു. വിരുന്ന് കഴിഞ്ഞ് ബാക്കി എല്ലാവരും വീട്ടിലേക്ക് പോയിട്ടും അവളെ മാത്രം തിരികെ കാണാത്തത് കൊണ്ടാണ് അന്വേഷിച്ച് വന്നത്. അവൾക്ക് വീട്ടിൽ ഒരുപാട് ജോലികൾ ചെയ്ത് തീർക്കാനുണ്ട് എന്നൊക്കെ അവൻ പ്രിൻസസിനെ അറിയിക്കുന്നു. അവളെ തിരികെ കൊണ്ടുപോയിക്കൊള്ളാൻ പ്രിൻസസ് അനുവാദം നൽകുന്നു. പക്ഷേ മർഡർ കേസിനെ കുറിച്ച് അന്വേഷിക്കുമ്പോൾ മറ്റു കാര്യങ്ങളിലൊന്നും തലയിടരുത് എന്നൊരു വാണിംഗ് പ്രിൻസസ് അവനും നൽകുന്നുണ്ട്. അത് കഴിഞ്ഞപ്പോഴാണ് അവൻ യാൻഷിങ്ങിനെ ശരിക്കും ശ്രദ്ധിക്കുന്നത്. തലയിൽ കുത്തിയ വേദന കാരണം അവളുടെ കൈയൊക്കെ വിറച്ചു തുടങ്ങിയിരുന്നു. അത് കണ്ട് അവൻ പെട്ടെന്ന് അവളെ പിടിച്ച് എഴുന്നേൽപ്പിക്കുന്നു. പക്ഷേ എഴുന്നേൽക്കാൻ ശ്രമിച്ചപ്പോൾ അവൾ വേച്ച് താഴേക്ക് വീണു പോകുന്നു. പ്രിൻസസ് അവളെ എന്തൊക്കെ ഉപദ്രവിച്ചിട്ടുണ്ട് എന്ന് ഷെൻഡുവിന് മനസ്സിലാവുന്നു. അവൻ അവളുടെ അടുത്തേക്ക് ഇരുന്ന ശേഷം പ്രിൻസസിനെ രൂക്ഷമായെന്ന് നോക്കിയിട്ട് അവളെയും കോരിയെടുത്തുകൊണ്ട് അവിടെ നിന്ന് പോകുന്നിടത്ത് ഈ എപ്പിസോഡ് അവസാനിക്കുന്നു.